അപ്പോൾ വീണ്ടും ഇപ്പോഴുള്ള റാങ്കിങ്ങിൽ നിന്ന് പോലും നമ്മുടെ കേരളം പിന്തള്ളപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലയിലും കേരളം ഒന്നാമതാണെന്നാണ് നമ്മുടെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും പറയുന്നത്. ഇങ്ങനെ ഗുണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം ഇവിടെയുള്ള എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അത്രത്തോളം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. തലസ്ഥാനമാണ് തിരുവനന്തപുരം. ആ തലസ്ഥാനത്തിൻ്റെ മേയറെ യുണൈറ്റഡ് നേഷൻസിൻ്റെ അവാർഡുമായിട്ട് ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നു വെച്ചാൽ കളവാണ്, കബഡിപ്പയ്ക്കലാണ്. അപ്പോൾ സർക്കാർ ഇനിയെങ്കിലും തുറന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. കേരളത്തിലെ സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്നതിന് അധ്യാപകർ വേണം. സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്. നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ സംസ്ഥാനം മുന്നിലാണ് എന്ന് നിരന്തരം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയായിക്കൊണ്ട് കേന്ദ്ര നീതി ആയോഗിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു കണക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗമായിരുന്ന RS ശശികുമാർ സാറാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം മുന്നിലാണ് എന്ന് തന്നെയാണ് നിരന്തരം നമ്മുടെ മന്ത്രിമാരെല്ലാവരും തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനടിസ്ഥാനരഹിതമായൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നീതി ആയോഗിൻ്റെ. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സാർ? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, സമസ്ത മേഖലയിലും കേരളം ഒന്നാമതാണെന്നാണ് നമ്മുടെ മന്ത്രിസഭയും മുഖ്യമന്ത്രിയും പറയുന്നത്. ഇങ്ങനെ ഗുണ്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. PR വർക്കിലൂടെയാണ് ഈ സംസ്ഥാനം കഴിഞ്ഞ 8 വർഷമായിട്ട് നിൽക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം നമ്പർ 1 ആണ്. അതുകൊണ്ടാണ് ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വിദേശ സർവകലാശാലകളും വരുത്താൻ പോകുന്നത് എന്നാണ് മന്ത്രി അടിക്കടി പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ നിലവാരം എന്താണെന്നുള്ളത് ഇപ്പോൾ നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നേക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നതിനുള്ള കാരണം ഇവിടെയുള്ള എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അത്രത്തോളം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് അത്തരത്തിലുള്ള റിപ്പോർട്ട് നീതി ആയോഗ് കൊണ്ടുവരുന്നതിനുള്ള കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഐസർ, IIT തുടങ്ങിയ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ മെച്ചമാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ കൊണ്ട് മാത്രം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടില്ല എന്നും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സർവകലാശാലകൾ കാര്യക്ഷമവും ആയെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടൂ എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു സർവേ നടത്തിയത്. ആ സർവേ റിപ്പോർട്ടിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. പക്ഷേ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലുള്ള ചില കോളേജുകൾ മാത്രം, അല്ലെങ്കിൽ ചില യൂണിവേഴ്സിറ്റികൾ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളം ഒന്നാണെന്ന് പറയുക. നമ്മുടെ മന്ത്രി അടിക്കടി പറയുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരള സർവകലാശാലയ്ക്കും MG സർവകലാശാലയും കുസാറ്റിനും A++ കിട്ടി. 14 സർവകലാശാലകൾ 3 സർവകലാശാലകൾ മാത്രമേ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്ന് വെച്ചാൽ മറ്റ് സർവകലാശാലയുടെ പ്രവർത്തനം എന്താണെന്നുള്ള വിലയിരുത്തണം. പ്രധാനപ്പെട്ട നമ്മുടെ സർവകലാശാലയായ KT ഉൾപ്പെടെ ഉള്ള സർവകലാശാലയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതേസമയം നമ്മുടെ ഇവിടെ കണക്കിൽ പറയുന്നുണ്ട്, സർവകലാശാലയുടെ ഡെൻസിറ്റിയുടെ കാര്യത്തിൽ, സാന്ദ്രതയുടെ കാര്യത്തിൽ നാഷണൽ ആവറേജായ 0.8 കേരളം നിൽക്കുന്നത്. അതേസമയം തമിഴ്നാട് 0.9, കർണാടക 1.1. അപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളുടെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ കോളേജ് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞാൽ കേരളത്തിലെ കോളേജുകളെല്ലാം വളരെ മെച്ചമാണ്. കേരളത്തിൻ്റെ കണക്കനുസരിച്ച്, ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളം 46%. അതേസമയം തമിഴ്നാടും കർണാടക 66, തമിഴ്നാട് 49% നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളെല്ലാം ഉന്നത വിദ്യാഭ്യാസം ചെയ്യും, ശരിയാണ്. നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മെച്ചത്താണ്. 18-നും 23-നും ഇടയ്ക്കുള്ളത് നാഷണൽ ആവറേജ് 28.4 ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെ 41.3 ആവുമ്പോൾ തമിഴ്നാടിൻ്റെ 47-ഉം ഹിമാചൽ പ്രദേശിൻ്റെ പോലും 43.
അപ്പോൾ അക്കാര്യത്തിൽ എല്ലാത്തിലും കേരളം പിന്നിലാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ NIRF റാങ്കിങ് വളരെ പ്രധാനമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ മികച്ച 100 സർവകലാശാലകൾ എടുത്തപ്പോൾ കേരളത്തിന് 4%. അതേസമയം തമിഴ്നാട് 22%, കർണാടകയിലെ 11% കോളേജുകൾ, മഹാരാഷ്ട്രയിലെ 10% കോളേജുകൾ, ആന്ധ്രയിലെ 5% കോളേജുകൾ, പഞ്ചാബിലെ 7% കോളേജുകളും ഈ 100 റാങ്കിങ്ങിന് വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ 1-2 യൂണിവേഴ്സിറ്റികൾ മെച്ചമായതുകൊണ്ട് ഇതുകൊണ്ട് കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുക. യൂണിവേഴ്സിറ്റി കോളേജ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല കോളേജിൽ 23 സ്ഥാനത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള യൂണിവേഴ്സിറ്റി കോളേജ് വന്നു. ആ യൂണിവേഴ്സിറ്റി കോളേജ് 23 വന്നിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി കോളേജ് വർഷങ്ങൾ പാരമ്പര്യമുള്ള, നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. ആ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ആ കോളേജിലെ അധ്യാപകരെന്ന് പറയുന്നത് ഗവൺമെൻറ് കോളേജിലെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ അധ്യാപക സംഘടന നേതാക്കന്മാരുൾപ്പെടെയുള്ള PhD ഉള്ളവർ മുഴുവനും തിരുവനന്തപുരത്തുള്ള കോളേജിലുണ്ട്. കാരണം അവർക്ക് കൺവീനിയൻസിന് വേണ്ടി. അപ്പോൾ അവർ കണക്കെടുക്കുമ്പോഴത്തേക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുള്ളാണ്. ആവശ്യത്തിലധികം അധ്യാപകരുണ്ട്, എല്ലാവർക്കും PhD ഉണ്ട്. പിന്നെ അവിടെയുള്ള ലാബ് സൗകര്യങ്ങൾ വെച്ചാൽ വർഷങ്ങളായിട്ടുള്ള ലാബാണ്, ഏറ്റവും ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ള ലാബ് സൗകര്യങ്ങളാണ്. ഇതിൻ്റെ കണക്കെടുക്കുമ്പോൾ ഇത് ഉന്നത നിലവാരത്തിൽ വരും. പിന്നെ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഉന്നത വിജയം ലഭിക്കുന്നതിനുള്ള പ്രധാന കാരണം അവിടെയുള്ള വിദ്യാർത്ഥി സംഘടന മാൽ പ്രാക്ടീസിലൂടെയാണ് ഒരു വലിയ വിഭാഗം ജയിച്ചു വരുന്നത്. അപ്പോൾ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഉയർന്ന റിസൾട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറിലൂടെ കണക്കുകൾ കാണിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് 1-ാം സ്ഥാനത്ത് വരും. അത്തരത്തിലാണ് കോളേജിൽ വരുന്നത്. അല്ല, ഇവിടെ ഞാൻ പറയട്ടെ, നമ്മളൊരു മേയറെ കുറിച്ച് പറയുന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു തലസ്ഥാനം ആണ് കേരളത്തിൽ തിരുവനന്തപുരം. തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ആളുകൾക്ക് അറിയാമല്ലോ, ആളുകൾക്കുള്ള അസൗകര്യങ്ങൾ. ഏറ്റവും കൂടുതൽ മാലിന്യം നിറഞ്ഞ, മാലിന്യ കൂമ്പാരമുള്ള, ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുള്ള ഒരു തലസ്ഥാനമാണ് തിരുവനന്തപുരം. ആ തലസ്ഥാനത്തിൻ്റെ മേയറെ യുണൈറ്റഡ് നേഷൻസിൻ്റെ അവാർഡ് വാങ്ങിച്ച ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നു വെച്ചാൽ കളവാണ്, കബഡിപ്പയ്ക്കലാണ്. ചില കള്ളക്കണക്കുകൾ കമ്പ്യൂട്ടറിൻ്റെ ഇന്നലെ വരെ കമ്പ്യൂട്ടറുകളിനെ തള്ളിപ്പറഞ്ഞവർ കമ്പ്യൂട്ടറിലൂടെ വ്യാജ കണക്കുകൾ ബോധിപ്പിച്ചുകൊണ്ട് നമ്പർ 1 ആണെന്ന് പറയുക. യഥാർത്ഥ അവസ്ഥ. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ 1-ാം സ്ഥാനത്താണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗവും. അതിൻ്റെ നിലവാരവും മേയറുടെ നിലവാരം തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ളത്. ഇതിനൊരു മാറ്റം വരണം. നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ളതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ സ്ത്രീ പുരുഷ കണക്കെടുക്കുമ്പോഴത്തേക്കും കേരളം വളരെ മുന്നിലാണ്. അത് ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒന്നും കഴിവല്ല, ഈ സർക്കാരിൻ്റെ കഴിവല്ല. വർഷങ്ങളായിട്ടുള്ള നമ്മുടെ രാജ്യത്ത് മഹാരാജാവിൻ്റെ നാൾ മുതൽ ഇങ്ങോട്ട് പെൺകുട്ടികൾക്കായി പ്രത്യേക സ്കൂളും കോളേജുകളെല്ലാം ആരംഭിച്ചതിൻ്റെ ബാക്കി പത്രമാണ്. അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ മലപ്പുറത്ത് പെൺകുട്ടികൾ കൂടുതൽ പഠിക്കുന്നതിനെ ആക്ഷേപിച്ചിട്ടുള്ളവരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിച്ച് പുറത്തു പോകുന്നത്, നഴ്സസ് ഏറ്റവും കൂടുതൽ പഠിച്ച് പുറത്ത് ജോലിക്ക് പോകുന്നത് കേരളത്തിൽ നിന്നാണ്. അതിൽ കേരളത്തിലെ വർഷങ്ങൾ പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ജെൻഡർ റൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്നത്. അതല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കഴിവല്ല. അപ്പോൾ സർക്കാർ ഇനിയെങ്കിലും തുറന്ന് ചിന്തിക്കാൻ തയ്യാറാവണം. കേരളത്തിലെ സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിപ്പിക്കുന്നതിന് അധ്യാപകർ വേണം. യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രം മുഴുവൻ അധ്യാപകരെ കൊടുക്കുകയും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജുകളുണ്ടല്ലോ, റൂറൽ ഏരിയയിലുള്ള കോളേജുകൾ, ഇപ്പോൾ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര പ്രദേശത്തുള്ള സർക്കാർ കോളേജുകളെല്ലാം ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. പുതുതായി ന്യൂ ജനറേഷൻ കോഴ്സുകൾ എല്ലാ കോളേജുകളിൽ ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൊടുത്തുവന്ന് മന്ത്രി വീരവാദം പഠിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. ന്യൂ ജനറേഷൻ കോഴ്സുകളും കൊടുത്ത് ഗസ്റ്റ് ഫാക്കൽറ്റി വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള അധ്യാപകരെ കിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ വെറും പബ്ലിസിറ്റി മാത്രം കണക്കാക്കിക്കൊണ്ട് ആണ് നമ്മുടെ സർവകലാശാലകൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റാണ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും
വളരെ നിഷ്പക്ഷമായി പഠിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സമൂലമായി മാറ്റം വരുത്താൻ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും കേരളത്തിൽ പഠിക്കാനുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനെക്കുറിച്ച് ഗവൺമെൻറ് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഈ അമിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ വൈസ് ചാൻസലർമാരായി നിയമിക്കാനും കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുള്ളിടത്ത് സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുവാനും അതേപോലെ തന്നെ സിലബസുകൾ പരിഷ്കരിക്കാൻ അപ്ഡേറ്റ് ചെയ്യാനും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് രൂപീകരിക്കുവാനും രാഷ്ട്രീയം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റുവാനും ഇപ്പോൾ പുതുതായി ഗവൺമെൻറ് വീണ്ടും സർവകലാശാലകളിൽ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉപേക്ഷിക്കാനും തയ്യാറാകുകയാണ് വേണ്ടത്. ഇപ്പോൾ അവസാനം എന്താ, കഴിഞ്ഞ ദിവസം PhDക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഒരു SFI നേതാവിന് വേണ്ടി ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രിയുടെ കീഴിലുള്ള ഒരു ശിങ്കിടിയായിട്ടുള്ള ഒരു CPM അഡീഷണൽ സെക്രട്ടറിയെ ഇൻസ്പെക്ഷന് വേണ്ടി സാങ്കേതിക സർവകലാശാല അയച്ചേക്കാണ്. അദ്ദേഹം അവിടുത്തെ രജിസ്ട്രാറോട് ആവശ്യപ്പെടുന്നത് SFIയുടെ സ്റ്റുഡൻറ്റ് പരാജയപ്പെട്ട വിദ്യാർത്ഥിയാണെങ്കിലും ക്വാളിഫൈഡ് അല്ലെങ്കിൽ PhDക്ക് അഡ്മിഷൻ കൊടുക്കണമെന്നാണ്. എങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ശരിയാവും? 2, മന്ത്രിക്ക് ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ സർവകലാശാല ഇൻസ്പെക്ഷൻ അയക്കാൻ എന്ത് അധികാരമാണുള്ളത്? ഒരു നിയമം പാസ്സാക്കി, പക്ഷേ ആ നിയമം ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല. അപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ സർവകലാശാല ഉണ്ടായിക്കഴിഞ്ഞാൽ സർവകലാശാല വീണ്ടും പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടും. അപ്പോൾ വീണ്ടും ഇപ്പോഴുള്ള റാങ്കിങ്ങിൽ നിന്ന് പോലും നമ്മുടെ കേരളം പിന്തള്ളപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ല.